ജാമി അറസ്റ്റിലായി 13 മാസം കഴിഞ്ഞു. അവൻ ഇപ്പോഴും ആ ഒരു ഫെസിലിറ്റി തന്നെയാണ്. ഇതുവരെയും അവനായിട്ട് കുറ്റം സമ്മതിച്ചിട്ടില്ലാത്തതുകൊണ്ടും പോലീസിന് വെപ്പൺസ് ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ടും കേസ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. ജാമിയുടെ വീട്ടിൽ അവൻ കൂടെ ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ പിന്നെ നെയ്ബേഴ്സ് ഒക്കെ വീട്ടുകാരെ എങ്ങനെയാ കാണുക എന്നറിയാലോ. അയൽക്കാരിൽ നിന്നൊക്കെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഇടൽ ഇവരെ നന്നേ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോകാം, വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്നുള്ള ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് ജാമിയുടെ അച്ഛൻ എഡ്ഡിയുടെ ബർത്ത്ഡേ കൂടിയാണ്. വലിയ ആഘോഷങ്ങളൊന്നുമില്ലെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഒരു വർഷം കഴിഞ്ഞു പോയെങ്കിലും ഇവരിപ്പോഴും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടിലും വിഷമത്തിലും ഒക്കെ തന്നെയാണ്. എന്നാലും എല്ലാം മറന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ എഡ്ഡിയും മാൻഡയും ലിസയും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. എഡ്ഡിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്ത് കുറെ കാർഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ജെയ്മിയും കാർഡൊക്കെ അയച്ചിട്ടുണ്ട്. അവനെ കൊണ്ട് പറ്റുന്ന പോലെ അച്ഛൻ്റെ ചിത്രമൊക്കെ ഇങ്ങനെ വരച്ച് അച്ഛനെ വിഷ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ കാർഡ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ മകൾ ലിസ വന്ന് അച്ഛനത് കണ്ടില്ലേ, ഒന്ന് പുറത്തോട്ട് വന്നേ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ഇവരുടെ വാൻ കാണിക്കുന്നു. അതിൽ സ്പ്രേ പെയിന്റ് യൂസ് ചെയ്ത് നോൺസ് എന്ന് ആരോ എഴുതി വെച്ചിരിക്കുന്നു. ഈ ഒരു ടേം കൊണ്ട് ഇവിടെ പെഡോഫൈൽ എന്നൊരു അർത്ഥമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കുട്ടികളോടുള്ള ലൈംഗിക താല്പര്യം. ഇപ്പൊ മനസ്സിലായില്ലേ ഈ കുടുംബത്തെ ചുറ്റുപാടുള്ളവരൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്. എഡ്ഡിയുടെ ജന്മദിന ദിവസം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഇവരൊക്കെ ഒരുമാതിരി അങ്ങ് ടെൻസ്ഡായി. മാൻഡ പോലീസിൽ കോൺടാക്ട് ചെയ്ത് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എഡ്ഡി ആവട്ടെ കൂടുതൽ പ്രശ്നത്തിനൊന്നും പോകണ്ട, ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. തുടർച്ചയായി ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതുകൊണ്ട് ഇവിടെ ജീവിക്കേണ്ട, മറ്റെങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാമെന്നാണ് മാൻഡയുടെ പക്ഷം. എന്നാൽ അങ്ങനെ അങ്ങ് മാറുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇവരുടെ മൂത്ത മകൾ ലിസയുടെ പഠനത്തെ അഫക്റ്റ് ചെയ്യും, ഇദ്ദേഹത്തിന്റെ ജോലി അഫക്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ മാൻഡ പറയുന്ന പോലെ ലിവർപൂളിൽ പോയി അവിടെ ജീവിക്കാന്ന് വെച്ചാലും ജെയ്മി ഇങ്ങനെ ക്രൈം ചെയ്തിട്ടുണ്ടല്ലോ എന്ന ന്യൂസ് അത്യാവശ്യം സ്പ്രെഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് മാറിയാലും അവിടെയുള്ള ആളുകൾ ഇവരെ തിരിച്ചറിയാനുള്ള സാധ്യത കൂടുതലാണ്. ശേഷം നമ്മുടെ മാൻഡ ലിസയുടെ അടുത്ത് ചെല്ലുമ്പോൾ പുള്ളിക്കാരി അവളുടെ ബോയ് ഫ്രണ്ടിന് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പയ്യന്റെ പേര് ബില്ലി. ഇവരുടെ റിലേഷനൊക്കെ എങ്ങനെ പോകുന്നു, സ്മൂത്ത് അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ലിസ അതിനെപ്പറ്റി സംസാരിക്കാൻ അങ്ങോട്ട് താല്പര്യപ്പെടുന്നില്ല. അത് അവരുടെ കാര്യമാണ്, അവർ നോക്കിക്കോളാം എന്നുള്ളൊരു രീതി. അതാണല്ലോ എന്തുകൊണ്ടും നല്ലത്. പേരൻസിന് ആശങ്ക കാണും, എന്നാലും റിലേഷൻ ഇടയ്ക്ക് മൂന്നാമത് ഒരാളെ കയറ്റാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ലിസയ്ക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാലും അമ്മ പിന്നെയും ബില്ലിയാണോ മോളെ നിന്നെ നോക്കുന്നേ, ഓ അമ്മ ഒന്ന് നിർത്തുവോ, അവൻ എന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയാം, കോളേജിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, ആരും എന്നെ ശല്യം ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ. ഇവിടെ എഡ്ഡി പെയിന്റ് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു പുള്ളിക്കാരി ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഒളിഞ്ഞോട്ടം തന്നെ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇവരുടെ സിറ്റുവേഷൻ എല്ലാം അറിയാനുള്ള ഒരു വ്യഗ്രത. ഇതൊന്നും എഡ്ഡിക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. എന്തായാലും നോക്കുന്നേ, നിങ്ങളവിടെ കുറെ നേരമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ വേണേ പോയി ഒരു കസേര എടുത്തോണ്ട് വരാം, എൻ്റെ ബർത്ത്ഡേ കേക്കും കൊണ്ടുതരാം, അതും കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് നോക്കിക്കോ. പുള്ളിക്കാരിക്ക് സംഭവം പിടികിട്ടി. നൈസായിട്ട് അവിടെ നിന്ന് വലിയുന്നുണ്ട്. ലോകത്ത് എവിടെയാണെങ്കിലും മനുഷ്യർ ഇങ്ങനെയൊക്കെ തന്നെ, മറ്റുള്ളവന്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് തലയിടും. എഡ്ഡി സോപ്പൊക്കെ കലക്കിക്കൊണ്ട് വന്ന് അത് തേച്ച് ആ പെയിന്റ് കളയാൻ ശ്രമിച്ചെങ്കിലും പെയിന്റ് പോകുന്നില്ല. അത് ഓൾറെഡി ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റീപെയിന്റ് ചെയ്യുകയുള്ളൂ വഴി. ഇന്നേരം അതുവഴി സൈക്കിളിലൂടെ പാസ് ചെയ്യുന്ന രണ്ട് പിള്ളേർ എഡ്ഡിയെ നോൺസ് എന്ന് വിളിച്ച് കളിയാക്കി. എഡ്ഡി അവരുടെ പിന്നാലെ ഓടിച്ചെല്ലുന്നുണ്ടെങ്കിലും പിള്ളേര് സൈക്കിൾ ഊട്ടി അങ്ങനെ അങ്ങ് പോയി. ആ പിള്ളേരാണ് ഇങ്ങനെയുള്ള പണി കാണിച്ചത്. എന്ത് ചെയ്യാൻ പറ്റും, പിള്ളേര് കാണിച്ചത് തെറ്റാണെങ്കിലും ഇവരുടെ ഈ അവസ്ഥ കാരണം ആരും തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഈ പെയിന്റ് ഒക്കെ ക്ലീൻ ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ റീപെയിന്റ് ചെയ്യുകയുള്ളൂ വഴി എന്ന് മനസ്സിലാക്കി എഡ്ഡി കടയിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഒറ്റയ്ക്കല്ല, മാൻഡയും ലിസയും അദ്ദേഹത്തോടൊപ്പം ചെല്ലണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ആളാകെ പേടിച്ചിരിക്കുവാണ്. ആരെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സ്വന്തം വീട്ടുമുറ്റത്തിരുന്ന വണ്ടിയിൽ പിള്ളേർ ഇതേ സ്പ്രേ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഇദ്ദേഹം ഇവിടുന്ന് മാറുന്ന സമയം നോക്കി ഇദ്ദേഹത്തിന്റെ ഭാര്യയോ മകളെയോ ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചാലോ. ഇങ്ങനെയൊക്കെ അങ്ങ് ഓവർത്തിങ്ക് ചെയ്യണമെന്ന് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുമെങ്കിലും ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ മാൻഡയെയും ലിസയും വിളിച്ച് വാഹനത്തിൽ കയറ്റി അങ്ങനെ അവർ കടയിലേക്ക് പോകുന്നു. അതെ, കടയിൽ പോയി വന്നിട്ട് നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോകാട്ടോ, സൂയിലോ ഹിൽ ക്ലൈംബ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു സിനിമയ്ക്ക് പോവാം എന്ന് പറയുന്നു. മാൻഡയ്ക്കും ലിസയ്ക്കും സന്തോഷം. ഇങ്ങനെ ഈ നിരന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ടെൻഷനില്ലെങ്കിൽ ജീവിക്കാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ. നേരെ കടയിൽ പോകുന്നു, പെയിന്റ് വാങ്ങുന്നു, തിരിച്ചു വരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ദെൻ സിനിമയ്ക്ക് പോകുന്നു. അതാണ് ഇന്നത്തെ പ്ലാൻ. മാൻഡ പുള്ളിക്കാരിയുടെ ആയ കാലത്ത് ഒരു ഫേമസ് ബാൻഡിന്റെ ഫാനൊക്കെ ആയിരുന്നു. അവരുടെ പാട്ടുകളൊക്കെ പുള്ളിക്കാരിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എഡ്ഡിക്കും. ഇരുവരും ആ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആക്കി എടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. സംസാരിച്ച് കോൺവെർസേഷൻ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അത് വലിയൊരു സ്ട്രെസ് റിലീഫ് ആയിരുന്നു. പണ്ടത്തെ ഒരുപാട് ഹാപ്പി ആയിരുന്ന ആ ദിവസങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് അക്കാര്യങ്ങളൊക്കെ ഇവരുടെ മകൾക്ക് പറഞ്ഞു കൊടുത്ത് ഇവരുടെ ഫേവറേറ്റ് ബാൻഡിന്റെ പാട്ടൊക്കെ പാടി പഴയ കോമഡികളൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് എഡ്ഡിയും മാൻഡയും കിസ് ചെയ്ത കാര്യം പോലും പറഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ കടയിലെത്തി. ആ കടയിൽ വർക്ക് ചെയ്യുന്ന ക്വിന്റ് എന്നൊരു പുള്ളിക്കാരൻ്റെ അടുത്ത് ഇങ്ങനെയാണ് സംഭവം, സ്പ്രേ പെയിന്റ് പതിഞ്ഞിരിക്കുകയാണ്, അത് ഉണങ്ങി, എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ വേണം, അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് എന്ന് പറഞ്ഞു. അത്രയൊന്നും പൈസ പൊട്ടിക്കാനില്ലാത്തതുകൊണ്ട് നമ്മുടെ എഡ്ഡി പറയുന്നത് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബ്ലൂ പെയിന്റ് ഇതാ, അത്ര കണ്ടങ്ങ് വൃത്തിയായില്ലെങ്കിലും വാൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് ആരും കാണാതിരുന്നാൽ മതി. ഇന്നേരം ക്വിന്റ് എന്ന ഈ പയ്യൻ, ഹേയ് ഞാൻ നിങ്ങളെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം നിങ്ങൾ ആ പയ്യൻ്റെ അച്ഛനല്ലേ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിച്ചൊന്നുമല്ല, എന്താന്ന് വെച്ചാലേ എൻ്റെ മുഴുവൻ സപ്പോർട്ടും നിങ്ങൾക്കും നിങ്ങളുടെ പയ്യനുമാണ് സർ. ഞാൻ ആ കൊല്ലപ്പെട്ട കൊച്ചിൻ്റെ ആ ടൈപ്പ് ഫോട്ടോ കണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ മകനാണ് ഇത് ചെയ്തതെന്ന് പ്രൂവ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. പോലീസ് പറയുന്നതിലും എന്തൊക്കെയോ അപാകതയുണ്ട് സർ. നിങ്ങൾ എന്തായാലും നല്ലൊരു വക്കീലിനെ വെച്ച് വേണം കേസ് വാദിക്കാൻ. ഫണ്ടാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രൗഡ് ഫണ്ട് ചെയ്തിട്ടാണെങ്കിലും ഫണ്ട് ഒപ്പിക്കാം. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് സാർ, ഞങ്ങൾക്ക് മനസ്സിലാവും. ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എഡ്ഡിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നീ ഇതൊന്നും പറയാൻ നിൽക്കണ്ട, നീ ആ പെയിന്റ് എടുത്തേ. രാവിലത്തെ ആ വല്ലാത്ത കണ്ടീഷനൊക്കെ വിട്ട് എഡ്ഡിയും ഫാമിലിയും ഒന്ന് ഓക്കെ ആയി വന്നതായിരുന്നു. ഈ ചെക്കൻ പിന്നെയും കുളവാക്കി. എഡ്ഡി ആവശ്യമുള്ള പെയിന്റും വാങ്ങി, മാൻ്റെ ഒരു പ്ലാന്റും വാങ്ങി, രണ്ടിനെയും പൈസ അടച്ചിട്ട് പുറത്ത് വരുന്ന സമയത്ത് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വാനിന് പുറത്ത് ഇങ്ങനെ എഴുതി വെച്ച പയ്യൻ ദോ അവിടെ നിൽക്കുന്നു. ഓടിച്ചെന്ന് അവനെ ഇങ്ങനെ പിടിച്ച് എന്താണ് നിന്റെ പ്രശ്നം, നിനക്ക് എന്തിന്റെ സൂക്കേടാന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ അവനൊരു മാതിരി കളിയാക്കി ചിരിക്കുന്നു. ഒരുമാതിരി അങ്ങ് ദേഷ്യം വന്ന് എഡ്ഡി ഒറ്റ ഉറം തന്നാണ്ടല്ലോ നിന്റെ ചിരി അങ്ങ് നിൽക്കും. ഇനി മേലാ നിന്റെ എന്നെ
കൺമുന്നിൽ കണ്ടേക്കല്ലേ, എൻ്റെ ഫാമിലിയുടെ 7 എഴുത്ത് കണ്ടേക്കൽ എന്നൊക്കെ പറഞ്ഞ് അവനെയും ഓടിച്ച് അവൻ്റെ സൈക്കിളും എടുത്തെറിഞ്ഞ് ആകെ സീനാക്കി. പോരാത്തതിന് ഭാര്യയും മകളും പറയുന്നത് ഒന്നും കേൾക്കാതെ ഇദ്ദേഹം വാങ്ങിയ പെയിന്റ് ഇവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് വാനിലേക്ക് ഒഴിച്ചു. എടുത്തൊരൊറ്റ എയറായിരുന്നു. പെയിന്റ് വാനിലും വീണു, പാർക്കിംഗ് സ്പേസിലും വീണു, ആകെ മൊത്തം കുളമായി. ഇത് കാരണം ഇവിടുത്തെ വർക്കേഴ്സ് ഇദ്ദേഹത്തോട് ഇത് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെയും ഇദ്ദേഹം അവരോട് ദേഷ്യപ്പെട്ടു. കണ്ണി കാണുന്നവരോട് മുഴുവൻ ദേഷ്യപ്പെടുവാണ്. പുള്ളി മര്യാദയ്ക്ക് പെരുമാറുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയോടും മകളോടും മാത്രമാണ്. എഡി ഇത്രയൊക്കെ കൺട്രോൾ പോയി നിൽക്കുവാണെങ്കിലും ഇവരോട് മാത്രം ദേഷ്യപ്പെട്ടില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. അങ്ങനെയൊക്കെ അവിടുന്ന് തിരികെ പോകുമ്പോൾ ജേമിയുള്ള ട്രെയിനിങ് സെന്ററിൽ നിന്ന് ഇവർക്ക് കോൾ വരും. അവിടുന്ന് വരുന്ന കോൾസ് എല്ലാം റെക്കോർഡ് ആയിരിക്കും. ആരെങ്കിലുമൊക്കെ ഓൺ ടൈം കേൾക്കുന്നുണ്ടാവും. പയ്യൻ ഇപ്പോൾ അച്ഛനെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ബർത്ത്ഡേ വിഷ് ചെയ്തു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് തിരക്കിയിട്ട് അച്ഛാ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇന്നിപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് തന്നെ പറയണമെന്ന് എനിക്കറിയില്ല. എന്താ മോനെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും നീ കാര്യം പറ. അല്ലല്ല അങ്ങനൊന്നും അല്ല അച്ഛാ. എന്താന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണല്ലോ. അത് ഞാൻ സമ്മതിക്കാമെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ അധിക നാളില്ലല്ലോ. കോർട്ടിൽ പോയി കുറ്റം സമ്മതിച്ചാൽ അവരെന്നെ ജയിലിലോട്ട് മാറ്റും. എനിക്കിപ്പോൾ അതാണ് ശരിയെന്ന് തോന്നുന്നച്ചാ. ഇത് കേട്ട് ഇവർ 3 പേരും അങ്ങ് സ്റ്റക്കായി പോയി. കഴിഞ്ഞ 1 വർഷമായിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ഇവർ ഫൈറ്റ് ചെയ്യുമായിരുന്നു. ബട്ട് ഇപ്പോൾ ജേമി തന്നെ അവൻ്റെ കുറ്റം സമ്മതിക്കുകയാണെന്ന് പറഞ്ഞതോടെ ഇത്രയും നാൾ ഫൈറ്റ് ചെയ്തതൊക്കെ വെറുതെ ആവും. അവൻ ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരിക്കാം. അവൻ്റെ തീരുമാനമായിട്ട് മുന്നോട്ട് പോയാൽ ഇവർക്കൊന്നും ചെയ്യാനില്ല. സോ അങ്ങനെ തന്നെ പോട്ടെ, അവൻ്റെ കുറ്റം അക്സെപ്റ്റ് ചെയ്ത് അതിനുള്ള ശിക്ഷ വാങ്ങട്ടെ എന്ന് ഇവരും കരുതി. 3 തിരികെ വീട്ടിലെത്തി. ഇന്ന് മുഴുവൻ 3 ആൾക്കും ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. ആകെ മൊത്തം ഒരുമാതിരി വല്ലാത്ത അവസ്ഥ. മാൻഡയും ലിസയും ഒക്കെ പൊട്ടിക്കരയുന്നുണ്ട്. എഡിക്കും ഒരുപാട് വിഷമമുണ്ടെങ്കിലും പുള്ളിക്കാരൻ നേരെ അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടു. ഇന്ന് സിനിമയ്ക്ക് പോകാൻ നേറ്റിരുന്നല്ലോ. എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ സിനിമയ്ക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞു മാൻഡ. ആകെ വിഷമത്തിലായിരുന്ന അവളുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയെന്നും എഡിക്ക് ഒരുമാതിരി അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അല്ലെങ്കിലും എത്രയെന്ന് വെച്ചാൽ ആ മനുഷ്യൻ സഹിച്ചിരിക്കുക. കടയിൽ വെച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഇവരോട് രണ്ടുപേരോടും മോശമായിട്ടൊന്നും പുള്ളി പറഞ്ഞില്ല. മറ്റൊരാളുടെ മുന്നിൽ ഒരു തരി പോലും ഇവരെയൊന്നും അവമാനിച്ചിട്ടില്ല. 6 മാസങ്ങൾക്ക് മുമ്പ് സൈക്കോളജിസ്റ്റ് നമ്മുടെ ജേമിയോട് ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ വളരെ റെയറായി മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ, ആരെയും അങ്ങനെ തല്ലിയിട്ടില്ലെന്നൊക്കെ ആയിരുന്നല്ലോ അവനും പറഞ്ഞത്. ഇദ്ദേഹം ഒരു പക്ക ജെന്റിൽമാൻ ഒക്കെയാണ്. എന്നാലും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ആരായാലും ദേഷ്യപ്പെട്ടു പോകും. മാൻഡ ഒരുപാട് വിഷമത്തോടെ ജേമിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. സ്കൂൾ വിട്ട് നേരെ വീട്ടിൽ വന്നാൽ സിസ്റ്റം നോക്കി ഇരിക്കാറായിരുന്നു പയ്യന്റെ പതിവ്. ചിലപ്പോഴൊക്കെ രാത്രി 1 മണിക്ക് പോലും അവന്റെ റൂമിൽ ലൈറ്റ് കാണാം. അവൻ റൂമിൽ എന്ത് ചെയ്യുമായിരുന്നു, ഈ പാതിരാത്രി സമയത്തൊക്കെ കമ്പ്യൂട്ടർ എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർ അന്വേഷിച്ചില്ല. കാരണം അതൊക്കെ അങ്ങ് നോർമലൈസ് ചെയ്യപ്പെട്ട അവസ്ഥയായിരുന്നു. ഒരുപാട് കുട്ടികൾ അങ്ങനെയാണ്. അതൊക്കെ നമ്മുടെ തെറ്റ് തന്നെയാണ് മാൻഡ. അവൻ എന്ത് ചെയ്യുമായിരുന്നു നമ്മൾ അന്വേഷിക്കണമായിരുന്നു. ഒരുപക്ഷെ അവൻ ആവശ്യമില്ലാത്ത സൈറ്റിൽ കയറി അങ്ങനെ എന്തെങ്കിലും കാണുന്നതായിരിക്കാം. നിനക്ക് തന്നെ അറിയാലോ, നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോഴും അതിൽ എന്തൊക്കെയാണ് കാണുന്നേ. ചില സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് വന്ന് പെണ്ണുങ്ങൾ അങ്ങനെയാണ്, ആണുങ്ങൾ ഇങ്ങനെയാണ്, അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യാവൂ, ഇങ്ങനെയൊന്നും അവരോട് പറയരുത്, അത് ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയാ പറയുന്നേ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മകനും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നോക്കി ഫുൾ ടൈം അവനെ നോക്കിയിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. എഡി പറയുന്നത് പോയിന്റ് അല്ലേ. ഇപ്പോഴൊക്കെ നമ്മുടെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള കണ്ടന്റാണ് നമുക്ക് കിട്ടുക. ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നമ്മൾ ആവശ്യമില്ലാതെ ഓൺലൈനിൽ കാണുന്ന ടിപ്സൊക്കെ എടുത്ത് ആകെ മൊത്തം കുളമാക്കുന്നത് പതിവാണിന്ന്. ഒരുപാട് ആളുകൾ പല രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കാം. അങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ സംസാരിക്കരുത്, പലതും തുറന്ന് പറയരുത്, അങ്ങനെ സംസാരിച്ചാൽ അത് പ്രശ്നമാകും, അത് ഇതെന്നൊക്കെ പറയുന്നത് കേട്ട് പലരും മണ്ടത്തരം കാണിക്കും. മറ്റൊരാൾ പറയുന്നത് കേട്ട് നമ്മൾ നമ്മുടെ സൗഹൃദത്തിൽ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോയാൽ അവിടെ കൂടുതൽ കുളമാകത്തേ ഉള്ളൂ. മാൻഡ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ഇവരുടെ മകനെ കൺട്രോൾ ചെയ്യണമായിരുന്നു. അവൻ എന്തൊക്കെ കാണുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നായിരുന്നു എന്നാണ്. അല്ല മാൻഡ, നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ചെറുപ്പകാലം നിനക്കറിയത്തില്ലേ, എന്റെ അച്ഛൻ എന്നെ എത്ര ക്രൂരമായി അടിച്ചിട്ടുണ്ടെന്നറിയോ. ബെൽറ്റ് എടുത്ത് തല്ലിയിട്ടുണ്ട്. ചെറിയ തെറ്റിന് പോലും വലിയ വലിയ ശിക്ഷയായിരുന്നു. അങ്ങനെയൊക്കെ ഫേസ് ചെയ്ത് വന്നതുകൊണ്ട് ഞാൻ അന്നേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എന്റെ മകനോട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന്. എനിക്ക് കിട്ടാത്ത ഫ്രീഡം അവന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അവനെ ഞാൻ ഫുട്ബോൾ കളിക്കാൻ വിടാറില്ലേ, ആ ടീമിൽ ഏറ്റവും മോശമായിട്ട് കളിക്കുന്ന അവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ പിടിച്ച് കീപ്പറാക്കി. പലപ്പോഴും അവൻ നല്ല രീതിയിൽ കളിക്കാത്തപ്പോൾ മറ്റുള്ള സ്റ്റുഡൻസിന്റെ പേരൻസ് ഒക്കെ അവനെ നോക്കി ചിരിക്കും. അതൊക്കെ കണ്ട് ഞാനൊരു സൈഡിലോട്ട് മാറി നിൽക്കും. ആ സമയത്തൊക്കെ അവൻ എന്നെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനും അവനെ ശ്രദ്ധിക്കാതെ അവനെ എൻകറേജ് ചെയ്യാതെ നിൽക്കുമ്പോൾ അവൻ എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവും. എങ്ങനെയെങ്കിലും അവനൊന്ന് ബെറ്റർ ആയി കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അവനെ ബോക്സിങ്ങിന് ചേർത്തത്. അവിടെ ഒരു 10 മിനിറ്റ് പോലും പിടിച്ചിരിക്കാൻ അവനെ കൊണ്ട് പറ്റിയില്ല. ഞാൻ എൻ്റെ മകനെ മനസ്സിലാക്കാൻ താമസിച്ചു പോയി. അവൻ നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു. അവൻ്റെ ആ കഴിവ് ഞാൻ കണ്ടില്ല, അതെൻ്റെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഒരുമാതിരി വിഷമിച്ച് കരയും. മാൻഡ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ഇവരുടെ മകൾ ലിസ അഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റൂമിൽ കയറി വന്നു. അച്ഛാ, അമ്മേ, രണ്ടാളും ഓക്കെ അല്ലേ? ഇക്കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ മകൾ ലിസയ്ക്ക്. ജേമിയുടെ സഹോദരി ആയതുകൊണ്ട് തന്നെ സ്കൂൾ കോളേജിലൊക്കെ അവൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നും ഇതുവരെയും അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല. ഇവളെല്ലാം ഇങ്ങനെ തുറന്നു പറയാൻ തുടങ്ങിയാൽ ഇവർക്കും വിഷമമാവുന്നല്ലാതെ വലിയ കാര്യമൊന്നുമില്ലെന്ന്. ശരിയാണ്, ഇവർ 3 അനുഭവിക്കുന്നത് ഇവരുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് കാരണമല്ല. എല്ലാവരെ പോലെയും എല്ലാ കുടുംബങ്ങളെ പോലെയും നല്ല രീതിയിൽ ജീവിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ പണി കിട്ടുന്നത്. ഇനി മുന്നോട്ട് ഇവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. മാൻഡ പറയുന്ന പോലെ ഇവിടുന്ന് മറ്റൊരിടത്ത് പോയി ലിവർപൂളിലൊന്നും പോയി ജീവിക്കേണ്ട, ഇവിടെ തന്നെ ജീവിക്കാമെന്നാണ് ലിസ പറയുന്നത്. അങ്ങനെ ഓടിപ്പോകാൻ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കണം. അതിലും നല്ലത് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് ഒരു തവണ പറ്റിയ മിസ്റ്റേക്ക് ഒന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കുന്നതല്ലേ. കണ്ടില്ലേ, ജേമിയും ലിസയും തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. ലിസയും ജേമിയും ഇവർ ഒരുപോലെ തന്നെയാണ് വളർത്തിയത്. എന്നിട്ടും ജേമി അങ്ങനെയൊക്കെ ചെയ്തു. ലിസ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് മോശമായിട്ടൊന്നും ചെയ്യാതെ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ ജീവിക്കാൻ പഠിച്ചു. ഏതായാലും ഇന്നിനിപ്പോൾ സിനിമയ്ക്കൊന്നും പോകണ്ട, തിയേറ്ററിലൊന്നും പോകണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച് വീട്ടിൽ തന്നെ പഴയ ഏതെങ്കിലുമൊക്കെ സിനിമ കണ്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് മൂവരും തീരുമാനിച്ചു. ദെൻ ജേമിയുടെ റൂമിൽ കയറി ഭയങ്കര വിഷമത്തോടെ ഒരുമാതിരി കൊച്ചുകുട്ടികളോട്ട് അങ്ങനെ പൊട്ടിക്കരയുകയാണ് നമ്മുടെ എഡി. ഇനിയിപ്പോൾ കുറേ വർഷങ്ങളോളം ജേമി ജയിലിലായിരിക്കുമല്ലോ. അതൊക്കെ ആലോചിച്ച് ആ ഒരു വിഷമം
ഒരെണ്ണത്തിൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് ജേമിയുടെ ഒരു പാവ എടുത്ത് ഇങ്ങനെ ബെഡിൽ വെച്ച് അതിൽ കിസ് ചെയ്ത് ഞാൻ നിന്നെ കുറച്ചുകൂടെ നന്നായി നോക്കേണ്ടതായിരുന്നു ജേമി എന്ന് ഭയങ്കര സങ്കടത്തിൽ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന എഡ്ഡിയെ കാണിച്ചാണ് സീരീസ് അവസാനിക്കുന്നത്. ഒരു നിമിഷം അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി. ജേമിയായിട്ട് അഭിനയിച്ച ഓവൻ കൂപ്പറിന്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നെങ്കിലും എനിക്ക് കുറേ കൂടെ ഇഷ്ടപ്പെട്ടത് എഡ്ഡിയായിട്ട് വന്ന സ്റ്റീഫൻ ഗ്രഹാമിന്റെ പെർഫോമൻസ് തന്നെയാണ്. പുള്ളിക്കാരൻ ലിറ്ററലി നമ്മളെ കരയിച്ച് കളഞ്ഞു. അത്രയും കിടിലം പെർഫോമൻസ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, മാതാപിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2020 നെറ്റ്ഫ്ലിക്സിലൂടെ തന്നെ റിലീസായ ഒരു ഡോക്യുമെന്ററി ഡ്രാമയുണ്ട്, ദ സോഷ്യൽ ഡിലേമ. അത് കണ്ടിട്ടില്ലാത്തൊരു തീർച്ചയായും അത് കണ്ടുപോകണം കേട്ടോ. എക്സ്പ്ലനേഷൻ കാണാനല്ല പറയുന്നത്, അതൊന്നും എക്സ്പ്ലനേഷൻ കണ്ടാൽ ശരിയാവത്തില്ല. അതിൽ കൃത്യമായി പറയുന്നുണ്ട് MNCs നമ്മളെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന്. അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. സീരീസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തറിയിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.